ഹായ് ഓൾ. നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ നോക്കിയത് എന്തായിരുന്നു? സിലോജിസത്തിൽ മെയിൻ ആയിട്ട് 4 സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമുക്കുള്ളത്. യൂണിവേഴ്സൽ പോസിറ്റീവ്, യൂണിവേഴ്സൽ നെഗറ്റീവ്, പെർട്ടിക്കുലർ പോസിറ്റീവ്, പെർട്ടിക്കുലർ നെഗറ്റീവ്. ഇനി ഡെഫിനറ്റ് കൺക്ലൂഷൻസ് വരുമ്പോൾ ഓരോ സ്റ്റേറ്റ്മെന്റിനും എന്തൊക്കെയാണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും അവർ നമുക്ക് തരിക. എന്നിട്ട് നമ്മളോട് കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ എന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ എല്ലാ സ്റ്റേറ്റ്മെന്റ്സിനും കൂടെ കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ? റൈറ്റ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ എ ആർ ബി ആണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വെൻ ഡയഗ്രം കാണാൻ പറ്റും. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? സം ബി ആർ സി എന്നാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കാണാം. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഓൾ സി ആർ ഡി ആണ്. യെസ്, നമുക്ക് ഇവിടെ കാണാം. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സം ഡി ആർ നോട്ട് ഇ ആണ്. കാണാം നമുക്ക് നമ്മുടെ വെൻ ഡയഗ്രത്തിൽ. ആൻഡ് അഗെയിൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നോ ബി ഈസ് എഫ് ആണ്. അപ്പൊ നമ്മൾ പഠിച്ച എല്ലാ സ്റ്റേറ്റ്മെന്റ്സും ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യാം? ഓരോ കൺക്ലൂഷൻസ് പറയാം, എന്നിട്ട് നമുക്ക് അത് ഫോളോ ചെയ്യോ അല്ലെങ്കിൽ ഫോളോ ചെയ്യില്ലയോ എന്ന് നോക്കാം. യെസ്, അപ്പൊ നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷനിലോട്ട് പോയാലോ? നമുക്ക് നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ സം ബി ആർ എ. ബിയുടെ കുറച്ച് ഭാഗം എ ആണ്. നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഈ വെൻ ഡയഗ്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ ബിയുടെ കുറച്ച് ഭാഗം എ ആയിട്ട്? ഓഫ് കോഴ്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഈ കൺക്ലൂഷൻ ഫോളോ ചെയ്യും. റൈറ്റ്. ഇനി അടുത്ത കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം സി ആർ ഡി ആണ്. സിയുടെ കുറച്ച് ഭാഗം ഡി ആണ് എന്ന് പറയുന്നുണ്ട്. നോക്കുക, ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ? കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സിയുടെ കുറച്ച് ഭാഗം ഡി ആണ് എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ കൺക്ലൂഷനും ഫോളോ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്ത നോക്കാം. സം ബി ആർ ഇ എന്ന് ഞാൻ പറയാണ്. ബിയുടെ കുറച്ച് ഭാഗം ഇ ആണ്. നമുക്ക് കണ്ടൂടെ? ബി എവിടെ കിടക്കുന്നു, ഇ എവിടെ കിടക്കുന്നു, അവർ തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് നമുക്ക് കാണുന്നു പോലുമില്ല. അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ അവിടെ ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റൈറ്റ്? യെസ്. ഇനി അടുത്ത കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം ഡി ആർ എ. ഇവിടെ നോക്കുക, ഡിയുടെ കുറച്ച് ഭാഗം എയുടെ കുറച്ച് ഭാഗമായിട്ട് എന്തെങ്കിലും കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ? കൺക്ലൂഷൻ ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അടുത്ത കൺക്ലൂഷൻ നോ എ ഈസ് എഫ്. ഒരു എയും എഫ് അല്ല. ഇതിവിടെ കാണുന്നുണ്ടോ ഇല്ലയോ നോക്കിയേ. സി, നമുക്ക് കൃത്യമായിട്ടുള്ളൊരു കാര്യം അറിയാം. ഒരു ബിയും എന്തല്ല? എഫ് അല്ല. ആ ബിയുടെ അകത്താണ് നമുക്ക് എന്തുള്ളത്? എ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എയും എന്തല്ല? എഫ് അല്ല എന്ന് നമുക്ക് പറയാം. ഒരു എഫും എ അല്ല എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കൺക്ലൂഷൻ ശരിയാണ് അല്ലെങ്കിൽ ഫോളോ ചെയ്യും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത കൺക്ലൂഷൻ പറയുന്നത് സം എ ആർ നോട്ട് എഫ് ആണ്. എയുടെ കുറച്ച് ഭാഗം എഫ് അല്ല. ഇത് ശരിയായിരിക്കോ തെറ്റായിരിക്കോ അല്ലെങ്കിൽ ഫോളോ ചെയ്യോ ഇല്ലയോ? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, എയും എഫും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല എന്ന് പറയുമ്പോൾ 100 പേര് എയിലുണ്ട്, 100 പേര് എഫിലുണ്ടെങ്കിൽ ഈ 100 പേര് തമ്മിൽ ഒരു കണക്ഷനും ഇല്ല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ അതിന് കുറച്ച് പേര് 50 പേരെ എടുത്താലും എന്ത് തന്നെ നമുക്ക് പറയാം? ബന്ധമില്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സം എ ആർ നോട്ട് എഫ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൺക്ലൂഷൻ ഇവിടെ ഫോളോ ചെയ്യുമെന്ന് നമുക്ക് പറയാൻ സാധിക്കും. റൈറ്റ്. ഇനി അടുത്ത കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം സി ആർ നോട്ട് എഫ്. സിയുടെ കുറച്ച് ഭാഗം എന്തല്ല? എഫ് അല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ഫോളോ ചെയ്യോ ഇല്ലയോ? നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യം ഉറപ്പാണ്. എന്താ? ബിയും എഫും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ആ ബിയുടെ കുറച്ച് ഭാഗത്ത് നമുക്ക് സിയെ കാണുന്നില്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? സിയുടെ കുറച്ച് ഭാഗം എഫ് അല്ല. സം സി ആർ നോട്ട് എഫ് എന്ന് പറയുന്ന കൺക്ലൂഷൻ ഇവിടെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത കൺക്ലൂഷൻ നോക്കാം. സം ഡി ആർ നോട്ട് എഫ്. ഡിയുടെ കുറച്ച് ഭാഗം എന്തല്ല? എഫ് അല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ഇവിടെ ബിയും എഫും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ആ ബിയുടെ കുറച്ച് ഭാഗത്ത് നേരത്തെ സിയെ കണ്ട പോലെ നമുക്ക് എന്ത് കാണുന്നുണ്ട്? ഡി എയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറഞ്ഞൂടെ ഡിയുടെ കുറച്ച് ഭാഗം എന്തല്ല? എഫ് അല്ല. സം ഡി ആർ നോട്ട് എഫ് എന്ന് പറയുന്ന കൺക്ലൂഷൻ ഇവിടെ ഫോളോ ചെയ്യും അല്ലെങ്കിൽ ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അടുത്ത കൺക്ലൂഷൻ ഞാൻ പറയാണ്. സം ഇ ആർ നോട്ട് ഡി. യെസ്, ഇയുടെ കുറച്ച് ഭാഗം എന്തല്ല? ഡി അല്ല എന്ന് പറയുന്നുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ? ഫോളോ ചെയ്യോ ഇല്ലയോ? അതെ, ഈ വെൻ ഡയഗ്രത്തിൽ നമ്മൾ കാണുന്ന കാര്യം എന്താ? ഡിയുടെ കുറച്ചു ഭാഗം ഇ അല്ല. അതായത് സം ഡി ആർ നോട്ട് ഇ എന്നാണ്. തിരിച്ച് നമുക്ക് സം ഇ ആർ
നോട്ട് ഡി എന്ന് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു സം നോട്ട് കേസിന്റെ പ്രത്യേകത. ഒരു കൺക്ലൂഷൻ നമുക്ക് അവിടെ നിന്ന് ഡിറൈവ് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് നമ്മൾ കാണുന്ന കാര്യം എന്താ? ഡിയുടെ കുറച്ചു ഭാഗം ഇ അല്ല, അത് 100% ശരിയാണ്. ബട്ട് തിരിച്ച് ഇയുടെ കുറച്ചു ഭാഗം ഡി അല്ല എന്ന് നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ കൺക്ലൂഷൻ എന്താ? ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ അല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്ത കൺക്ലൂഷൻ പറയാം. സം എഫ് ആർ നോട്ട് ബി. എഫിന്റെ കുറച്ചു ഭാഗം എന്തല്ല? ബി അല്ല. ശരിയായിരിക്കോ തെറ്റായിരിക്കോ? നമ്മൾ പറഞ്ഞല്ലോ എഫും ബിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ലാത്ത സ്ഥിതിക്ക് എഫിന്റെ കുറച്ചു ഭാഗം എന്തല്ല? ബി അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കൺക്ലൂഷൻ പറയാം. സം എഫ് ആർ നോട്ട് സി. യെസ്, എഫിന്റെ കുറച്ചു ഭാഗം എന്തല്ല? സി അല്ല എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞേ, ഈ കൺക്ലൂഷൻ ശരിയായിരിക്കോ തെറ്റായിരിക്കോ? യെസ്. അപ്പൊ നമുക്കിവിടെ ആകെയുള്ള വിവരം എന്ന് പറയുന്നത് എന്താ? എഫും ബിയും തമ്മിൽ ഒരു കണക്ഷനും ഇല്ല. ഓക്കെ. ബട്ട് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? എഫിന്റെ കുറച്ച് ഭാഗം സി അല്ല എന്നുള്ളത് ഇല്ല. അതുകൊണ്ട് തന്നെ ഈ കൺക്ലൂഷൻ എന്താ? ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു കൺക്ലൂഷൻ നമുക്ക് കൊണ്ടുവരാം. സം എഫ് ആർ നോട്ട് ഡി. എഫിന്റെ കുറച്ച് ഭാഗം എന്തല്ല? ഡി അല്ല. ഇത് നിങ്ങൾ തന്നെ പറഞ്ഞേ, ഫോളോ ചെയ്യോ ഇല്ലയോ? യെസ്, 100% ഫോളോ ചെയ്യില്ല. കാരണം നമുക്ക് എഫിന്റെ കുറച്ച് ഭാഗം ഡി അല്ല എന്ന് ഇതിൽ നോക്കിയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? ഡിന്റെ കുറച്ച് ഭാഗം എഫ് അല്ല എന്ന് നമുക്ക് പറയാം. ബട്ട് തിരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ സം നോട്ടിന്റെ പ്രത്യേകതകൾ. റൈറ്റ്. യെസ്. നമുക്ക് അടുത്ത കൺക്ലൂഷൻ നോക്കിയാലോ? റൈറ്റ്. നമുക്ക് നോക്കാം. സം ബി ആർ നോട്ട് ഇ. ഇവിടെ ശരിയായിരിക്കോ തെറ്റായിരിക്കോ? ബിയുടെ കുറച്ചു ഭാഗം ഇ അല്ല. കാണുന്നുണ്ടോ അവിടെ? ഇല്ല. നമുക്കിവിടെ ആകെയുള്ളവരും എന്താ? ഡിയുടെ കുറച്ചു ഭാഗം ഇ അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ബിയുടെ കുറച്ചു ഭാഗം ഇ അല്ല എന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഫോളോ ചെയ്യില്ല. അടുത്ത കൺക്ലൂഷൻ വരട്ടെ. സം സി ആർ നോട്ട് ഇ എന്ന് പറയുന്നത് ഇവിടെ ഫോളോ ചെയ്യോ ഇല്ലയോ? സം സി ആർ നോട്ട് ഇ. സിയുടെ കുറച്ച് ഭാഗം എന്തല്ല? ഇ അല്ല. ഇത് ഫോളോ ചെയ്യോ ഇല്ലയോ? നമുക്ക് എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ ഡിയുടെ കുറച്ച് ഭാഗം ഇ അല്ല എന്ന് കൃത്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ സിയുടെ കുറച്ച് ഭാഗം ഇ അല്ല എന്ന് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോളോ ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. റൈറ്റ്. ഇനി ഈ വെൻ ഡയഗ്രം നോക്കിയിട്ട് കുറച്ച് റാൻഡം കൺക്ലൂഷൻസ് നിങ്ങൾ തന്നെ നോക്കുക. എന്നിട്ട് പറയാം അവിടെ കൺക്ലൂഷൻ ഫോളോ ചെയ്യോ ഇല്ലയോ എന്നുള്ള കാര്യം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന എൻ്റെ വിശ്വാസം. ഒന്ന് ട്രൈ ചെയ്തേ, എന്നിട്ട് കമന്റ് ചെയ്യണേ.